ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അങ്ങനെയുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 115-ാമത്തെ ദിവസമാണ്. മേൽപുത്തൂർ നാരായണ ഭട്ടതിരിയാൽ വിരചിതമായ നാരായണീയത്തിലെ 11-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകമാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഇപ്പോൾ പാല പുലിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ സപ്താഹം ഇവിടെ സമർപ്പിക്കപ്പെടും. ഞായറാഴ്ച 10 മണിയോടുകൂടി. നാളെ തന്നെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഗുരുവായൂരിനടുത്ത് അല്ലെങ്കിൽ കുന്നംകുളത്തിനടുത്ത് ചിറ്റഞ്ഞൂർ കണ്വേശ്വരം മഹാദേവ ക്ഷേത്രത്തിലാണ് മറ്റൊരു സപ്താഹം ആരംഭിക്കുന്നത് എന്നുകൂടി എല്ലാവരെയും അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം, തുടർന്ന് ശ്രീഹരിയം എന്ന ഭാഷാഗാനം പാടി നമുക്ക് ഇന്ന് സമർപ്പിക്കാം. ത്വദീയഭൃത്യാവധകാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിതൗ ദ്വൗ സന്ധ്യാസമുത്പാദനകഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യോ അധാ തൗ ത്വദീയഭൃത്യൗ കാശ്യപാത് ദിതൗ ദ്വൗ സുരാരിവീരൗ ഉദിതൗ സന്ധ്യാ സമുത്പാദനകഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ
അന്യൗ യമൗ ഇവ. ഇവിടെ അഥാ തൗ ത്വദീയ ഭൃത്യൗ. പിന്നെ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ ആ ഭൃത്യന്മാർ ത്വദീയ ഭൃത്യൗ കശ്യപ മഹർഷിയിൽ നിന്ന് അല്ലെങ്കിൽ കാശ്യപ മഹർഷിയിൽ നിന്ന് ദിതൗ ദ്വൗ സുരാരിവീരൗ ഉദിതൗ. ദിതി എന്ന പത്നിയിൽ, കശ്യപന്റെ പത്നിമാര് ദിതി, ധനു, അദിതി ഒക്കെ ഉണ്ട്. അതിൽ ദിതി എന്ന പത്നിയിൽ 2 സുരാരിവീരവും, സുരന്റെ അരി എന്ന് വെച്ചാൽ ദേവശത്രു, അസുരവീരന്മാരായിട്ട് ജനിച്ചു. സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടവും യമൗച്ച. സന്ധ്യാസമയത്ത് ജനിപ്പിച്ചു അല്ലേ? ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം സന്ധ്യാസമയത്ത് ജനിപ്പിച്ചതുകൊണ്ട് ക്രൂരസ്വഭാവമുള്ള യമൗച്ച, അവര് ഇരട്ടകളായി പിറന്നവർ. ലോകസ്യ അന്യൗ യമൗ ഇവ, ലോകത്തിൽ വേറെ 2 യമന്മാരെ പോലെ. ഒരു യമനുണ്ട് അല്ലേ, യമധർമ്മൻ. ഇവിടെ മറ്റ് യമന്മാരെ പോലെ 2 യമന്മാരെ പോലെ ആയിത്തീർന്നു എന്ന് പറയുന്നു. ദക്ഷ പ്രജാപതിയുടെ മകളാണ് ദിതി. സന്ധ്യാസമയത്ത് ആ കാമാതുരയായി ദിതി കശ്യപനെ സമീപിച്ചു. ആദിത്യൻ അസ്തമിക്കുന്ന സമയത്ത് അഗ്നിശാലയിൽ സന്ധ്യാവന്തനാദികൾ ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ ഭർത്താവായ കശ്യപനെ കാമം ജ്വലിക്കുന്ന കണ്ണുമായി ആ ദിതി സമീപിച്ചു. പുത്രോത്പാദനം നടത്തൂ എന്ന് അഭ്യർത്ഥിച്ചു. സന്ധ്യാസമയം കഴിയട്ടെ, സന്ധ്യാദേവിയെയും സന്ധ്യാസമയത്ത് ലോകത്തെ അനുഗ്രഹിക്കാൻ കാളപ്പുറമേറി വരുന്ന സാക്ഷാൽ കൈലാസേശ്വരനെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ വസ്ത്രാഞ്ചലത്തിൽ പിടിച്ചു വലിക്കുകയാണ്. ദിതി കാമാവേശം സഹിക്കാതെ ഭർത്താവിനെ പിടികൂടി. അപ്പം അദ്ദേഹം വിചാരിച്ചു ഇത് ഈശ്വര നിശ്ചയമാണ് എന്ന് കരുതി ദിതിയെ തൃപ്തിപ്പെടുത്തി. ഗർഭാധാന സമയം മോശമായതുകൊണ്ട് ഉണ്ടായ 2 പേരും ദുഷ്ടന്മാരായിട്ട് തീർന്നു. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വരാഹാവതാരത്തിന് ശേഷമാണ് ഇവിടെ ഹിരണ്യാക്ഷനെ കുറിച്ച് പറയുന്നത്. ആ സന്ദർഭത്തിലാണിത് പറയുന്നത്. അപ്പോൾ മരീചി മഹർഷിയുടെ പുത്രൻ, ദേവാസുരന്മാരുടെ അച്ഛൻ, അങ്ങനെയുള്ള ആ കാശ്യപനെ ഉത്തര ഭാരതത്തിലുള്ള ആളുകൾ കശ്യപൻ എന്നും വിളിക്കും അല്ലേ? 2 ഒന്ന് തന്നെയാണ്. നമ്മൾ കാശ്യപൻ എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരഭാരതത്തിലുള്ള ആളുകൾ കശ്യപൻ എന്ന് പറയുന്നു. ഇനി 2 അസുരന്മാരുടെ സ്വഭാവം എങ്ങനെയാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുക. ആദ്യം നമുക്കൊരിക്കൽ കൂടി ഈ ശ്ലോകം ചൊല്ലാം, പിന്നെ അതിൻ്റെ ഭാഷാഗാനം പാടി സമർപ്പിക്കാം. ത്വദീയ ഭൃത്യാവധ കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിതൗ ദ്വൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. ശ്രീഹരിയം ഭാഷാഗാനം. നാരായണ 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 രാധാ ഗോവിന്ദ. അവിടുത്തെ ഭൃത്യന്മാരോ കാശ്യപന്റെ മക്കളായി ദിതി ഗർഭത്തിങ്കൽ നിന്നു പിറന്നു വീണു. അതിനീച സ്വഭാവവും അതിക്രൂര സ്വരൂപവും 2 യമന്മാരെ പോലെ അവർ വളർന്നു. നാരായണ 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 രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ ഗുരുവാദേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.